ഈ മാരിയോ ജോസഫിനും ജിജി മാരിയോയ്ക്കും ഈ ഇങ്ങനെ വഴക്കും വക്കാണമൊക്കെ കൊണ്ട് എന്തെങ്കിലും വ്യക്തിപരമായി സംഭവിക്കും എന്ന് വിചാരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്നും വലിയ പ്രസക്തിയില്ല. അവർക്ക് രണ്ടുപേർക്കും ആത്മവിശ്വാസമുള്ളിടത്തോളം കാലം ആ ഒരു സ്ഥാപനം 2 സ്ഥാപനമായി മാറും എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോഴും വലയുന്നത് അനുയായികളായിരിക്കും. കാരണം രണ്ടുപേർക്കും സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കേണ്ടി വരും. രണ്ടുപേരും വളരെ സുഖമായി ജീവിക്കും. നമ്മൾ സാധാരണ വലിയ ബിസിനസ് ഗ്രൂപ്പൊക്കെ സ്പ്ലിറ്റ് ആകുമ്പോൾ അതങ്ങ് നശിച്ചു പോകുമെന്ന് വിചാരിക്കുന്നെങ്കിൽ രണ്ടുപേരും ഏറ്റെടുത്ത് 2ആക്കി ഗംഭീരമാക്കി കൊണ്ടു നടക്കുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അത് ആശ്രയിച്ചിരിക്കുന്നത് അവരവരുടെ ആത്മവിശ്വാസത്തിലാണ്. ഇനിയും ഞാൻ ഈ മാരിയോ ജോസഫിൻ്റെയും ജിജിയുടെയും കാര്യം പറയാനല്ല ഉദ്ദേശിച്ചത്. ഈ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആരെയും എങ്ങനെയും വളയ്ക്കാനും വലയ്ക്കാനും കഴിയും എന്നുള്ളതിന് ഒരു ഉദാഹരണത്തിൻ്റെ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് നല്ല പിരിമുറുക്കവും ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വിഷമമൊക്കെ ഉണ്ടാക്കിയ ആളുകൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇത് നല്ലതായിരിക്കും. ദേ ഒന്ന് കണ്ടോളൂ. ദൈവം അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് നമ്മളാരും സംസാരിക്കുന്ന ഒരു ഭാഷയല്ല. ബാക്കി കേട്ടോളൂ. ദൈവം നിങ്ങളെ കുറിച്ച് എഴുതിയ രേഖകളെ ഞാൻ റിലീസ് ചെയ്യുന്നു. പിശാച് എഴുതിയ രേഖകളെ കീറിക്കളയും. ദൈവം എഴുതിയ രേഖകളെ, സ്ക്രിപ്റ്റുകളെ സ്വീകരിച്ചു. ഒരു ഇമ്പാർട്ടേഷൻ നടക്കുക. നമ്മൾ കയറിയിരിക്കുന്നു. ഒരു ഇമ്പാർട്ടേഷനിലോട്ട് നമ്മൾ കയറിയിരിക്കുന്നു. നിങ്ങളുടെ മേൽ പുതപ്പുകളെയും കൂടെ പരിശുദ്ധാത്മാവ് ഗ്ലോറിയോടൊപ്പം ആഡ് ചെയ്യാൻ പോകുന്നു. ഒരു പുതപ്പും കൂടെ ഞാൻ നിന്റെ മേൽ ഇടുന്നു. In the name of Jesus. ചില മാൻഡിലുകളെ സ്വീകരിക്കാൻ കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണ് നീ. ഇതൊരു മാൻഡിലിന്റെ സീസണും കൂടാ. മാൻഡിൽ ഈ ചർച്ചിന്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് മാറാൻ പോകുന്നു ഈ ന്യൂ സീസണിൽ. They are seeing difference. All qualities are different. The people will come to say. ഈ ചർച്ചിലെ ഓരോ ആളുകളുടെയും നിലവാരം വേറെയായെന്ന് ആളുകൾ പറയാൻ തുടങ്ങും. New season, Holy Spirit is telling the financial status will increase. It will change. It will totally come upside down. Praise God. ഈ ചർച്ചിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് തിരിയുകയാണ്. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ 7 മാസമായിട്ട് ഒരേ റൂട്ടിലാണ് നമ്മുടെ ഫിനാൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഉണ്ട്, പക്ഷെ ഇത്രയുമേ ഉള്ളൂ. ഇതിൽ കൂടുതലിന് നമ്മുടെ ഇല്ല. ഇപ്പൊ ഉള്ളതില് ഓടിക്കാനുള്ള കാശേ നമ്മുടെ ഉള്ള വണ്ടി ഓടിക്കാനുള്ള പെട്രോളിന്റെ കാശ് തരും. ഉള്ള സാധനം ഇവിടെ വന്ന് കൊണ്ട് വെക്കാനുള്ള കാശ് തരും. ഇത്രയേ ഉള്ളൂ. ഇതിൽ 1 രൂപ എന്റെ കൂടുതലില്ല, സത്യം പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസൺ അത്രയും മതി.
ഇത്ര ഓടിക്കാനുള്ള കാശ് തന്നു. ജനറേറ്റർ, പുതിയ ജനറേറ്റർ മേടിക്കാൻ കാശില്ല. ഉള്ള ജനറേറ്ററിന് പെട്രോൾ അടിക്കാനുള്ള കാശുണ്ട്. അത്ര അതൊരു സീസണാണ്. നമ്മളല്ലോ ആ സീസൺ മാറി പുതിയ സീസൺ വരുമ്പോൾ, പുതിയ ഫിനാൻസ് വരുമ്പോൾ പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടാകും. നല്ലൊരു അമ്മയും പറഞ്ഞേ, ഞാൻ ഇവിടെ ദൂതന്മാരെ കാണുന്നു. ദൈവത്തിന്റെ ദൂതന്മാരെ ഒന്ന് കമാൻഡ് ചെയ്യാൻ പറ്റുമോ? ഐ റിലീസ് ഏഞ്ചൽസ് എന്ന് പറ. ഐ റിലീസ് ഏഞ്ചൽസ് ഫോർ വാട്ട് ഐ സെഡ്. ഞാൻ പറഞ്ഞതിന് വേണ്ടി ദൂതനെ ഒന്ന് റിയൽ ആയിട്ട് ഒന്ന് കമാൻഡ് ചെയ്ത് നോക്കി. ഐ റിലീസ് ഏഞ്ചൽസ്. ഖറാമ, ഖുറാമ, സുരാമ, സുറാമ, ഖുറാമ, പറാമ, ഇങ്ങനെ പറഞ്ഞാലും മതി ആളുകൾ റെഡിയാവാൻ. ഇത് ഞാൻ എൻ്റെ ഒരു ക്രൈസ്തവ സുഹൃത്ത് തന്നെ എന്നോട് അയച്ചു തന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ്. അപ്പോൾ ആ സുഹൃത്ത് അവരുടെ തന്നെ ഒരു ക്രൈസ്തവ മതവിശ്വാസിയായ സുഹൃത്തിന് അയച്ചു കൊടുത്തപ്പോൾ ക്രൈസ്തവ മതവിശ്വാസിയായ ആ സഹോദരിയുടെ പ്രതികരണം കൂടി ഇതിൽ രസമുണ്ട്. കേൾക്കാം. അയ്യോ, ഇയാൾക്ക് മുതുകൊട്ട, ഇവനെ വല്ല 11 KB വല്ല ഷോക്ക് കൊടുക്കണം തോന്നി. എന്തൊക്കെയാ പറയുന്നേ? എന്നാ ഭാഷയാ ഓട്ടകളാപ്പൻ. അയ്യോ, ഇയാൾക്ക് മുതുകൊട്ട, ഇവനെ വല്ല 11 KB വല്ല ഷോക്ക് കൊടുക്കണം തോന്നി. എന്തൊക്കെയാ പറയുന്നേ? എന്നാ ഭാഷയാ ഓട്ട. ഇതാണ് 11 KB ഷോക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ 11 KB ഷോക്ക് കൊടുത്താലും ഇങ്ങനെയുള്ള ആളുകൾ അവർക്കത് ഏൽക്കില്ല. ആ 11 KB ഫീസ് അടിച്ചു പോത്തേ ഉള്ളൂ. അങ്ങനെ ഖുറാമ, തറാമ, പുറാമ, കറാമയുമായി ഇവരൊക്കെ ഇതിൻ്റെ ഇടയിൽ ജീവിക്കും. അപ്പോൾ അതുകൊണ്ട് ആരും മാരിയോ ജോസഫിനെ കുറിച്ചോ ജിജോ മാരിയോയെക്കുറിച്ചോ വറീഡാകുകയേ വേണ്ട. അവർ സുഖമായി ജീവിച്ചോളും.